അത് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ, അത് അതിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആരംഭിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതോടൊപ്പം തന്നെ പിന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഓർത്തോയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറുടെ തസ്തിക അതിനുള്ള സംവിധാനം ഉണ്ടാക്കും. പിന്നെ ഹാർട്ട്ലിംഗ് മിഷൻ വാങ്ങാൻ നടപടി സ്വീകരിക്കും. ഇതിനൊക്കെ പറഞ്ഞ് ഇന്നലത്തെ യോഗത്തിൻ്റെ തീരുമാനങ്ങളുണ്ട്. ഇന്നലെ ഷാഫി പറമ്പിലിൻ്റെ നിർദ്ദേശം അംഗീകരിച്ച് നിങ്ങളത് പത്രത്തിൽ എഴുതിയതാണ്. വിർച്വൽ ഓട്ടോപ്സി അതിൻ്റെ സംവിധാനത്തിന് ഏതാണ്ട് 30-40 കോടി വരും. അതിൻ്റെ ഫണ്ട് കണ്ടെത്താനുള്ള മാർഗങ്ങൾ സ്വീകരിക്കും. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിന് ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള മെൻ്റൽ വെൽബീയിങ് ആൻഡ് ഹാപ്പിനെസ് സെൻ്റർ ആയിട്ട് മാറ്റും. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയെ സ്പെഷ്യാലിറ്റി ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയാക്കി മാറ്റണം എന്ന് അവിടെ MLA ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അംഗീകരിക്കുകയും ആവശ്യമായിട്ടുള്ള സ്റ്റാഫ് പാറ്റേൺ പുതുക്കുകയും ചെയ്യും. പിന്നെ ഫാമിലി ഹെൽത്ത് സെൻ്റർ വളയത്തിന് ഒരു മൊബൈൽ ട്രൈബൽ യൂണിറ്റ് ഷെൽട്ടർ ഉണ്ടാക്കാൻ MP ഷാഫി പറമ്പിൽ അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് എമൗണ്ട് നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രപ്പോസൽ സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീ പ്രവീൺ കുമാർ MLA ഫണ്ട് ഉപയോഗിച്ച് തിരുവങ്ങൂരിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ രോഗികൾക്ക് ആംബുലൻസ് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കും. പിന്നെ ആരോഗ്യ വകുപ്പിൽ ജീവനക്കാരുടെ പുനർവിന്യാസം നടത്താനും PSCയിൽ ഒഴിവുകൾ വേഗത്തിൽ റിപ്പോർട്ട് ചെയ്യാനും തീരുമാനിച്ചു. ഇത്രയാണ് തീരുമാനങ്ങൾ. ഇനിയിപ്പോൾ അന്ന് ബീച്ച് ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങൾ കൂടെ പരിശോധിച്ച് ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ആശുപത്രിയെ ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചെയ്യുന്ന പോലുള്ള സംവിധാനങ്ങൾ ഇവിടെയും നടപ്പാക്കിയാൽ മെഡിക്കൽ കോളേജിലെ തിക്കും തിരക്കും ഒഴിവാക്കാൻ കഴിയും.